ഫ്രണ്ട്സ്, എല്ലാവർക്കും മന്നാസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ചിങ്ങമ്പഴം 2 എണ്ണം, ഏലക്ക പൊടിച്ചത്, തേങ്ങാക്കൊത്ത്, ഗോതമ്പ് പൊടി, ശർക്കര ഉരുക്കിയെടുത്തത്, തേങ്ങ ചിരണ്ടിയത്, നെയ്യ്. ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പഴം എടുത്തൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം. നമുക്കിത് പേസ്റ്റാക്കി എടുക്കേണ്ടതാണ്. അതുപോലെ രണ്ടാമത്തെ പഴവും നമുക്ക് ഇതേപോലെ എടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവരാം. അപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വേണ്ട ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഗോതമ്പ് പൊടി, തേങ്ങ ചിരണ്ടിയത്, ഏലക്ക പൊടിച്ചത്, തേങ്ങാക്കൊത്ത് ഫുള്ളിടുന്നില്ല, കുറച്ചിട്ടാൽ മതി, ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. അതേ വേണ്ട, ഒരു പിഞ്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം ശർക്കര. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഞാൻ ഉണ്ണിയപ്പച്ചട്ടി പോലത്തെ പാനാണ് വെച്ചിരിക്കുന്നത്. ഈ ചട്ടി ഒന്ന് ചൂടാവണം നന്നായിട്ട്. ഈ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് എല്ലാത്തിലും ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ഓരോ ചെറിയ ചെറിയ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി വരുമ്പോൾ ഏകദേശം ഒരു ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ രീതിയിൽ ഇരിക്കും കേട്ടോ. മേലെ ചെറുതായിട്ട് നെയ്യ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കറക്റ്റാവും. നെയ്യ് ഇട്ട ശേഷം നമുക്കതിൻ്റെ മേലെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് 1-2 എണ്ണം വീതം ഇട്ട് കൊടുക്കാം. അപ്പം അത് കടിക്കുമ്പോഴേക്കും ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ട് അതിൻ്റെ ഒരു കറുപുക. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ രീതിയിൽ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പഴം കൊണ്ട് പല രീതിയിലുള്ള സ്നാക്സ് നമ്മളൊക്കെ ട്രൈ ചെയ്യാറാണ്. ഇത് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്തോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം കഴിക്കുന്ന പോലെ പിള്ളേരിന്ന് കഴിച്ചോളും.
പിന്നെ ഈ സൈഡും കൂടെ മറിച്ചിട്ട് സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം. ഇപ്പം എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്താ മേലെ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും കഴിക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റാണ്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബനാന കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്, ബനാന ബോൾസ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലൊരു റെസിപ്പിയായി വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.